എല്ലാ പ്രേക്ഷകർക്കും MS വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരാധകരും സിനിമാ പ്രേമികളും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഫെബ്രുവരി 14 വേണ്ടി. അന്നാണല്ലോ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത് മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന മലയാളത്തിലെ ആദ്യ ഗെയിം ത്രില്ലർ ചിത്രമായ ബസൂക്ക റിലീസിനെത്തുന്നത്. ഇത് മമ്മൂക്ക ഒഫീഷ്യലായിട്ട് ചിത്രത്തിൻ്റെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ പോലും ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളാണ് ഈയൊരു ഡേറ്റ് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുന്നത്. ഏകദേശം ആ ഒരു ഡേറ്റ് കൺഫേം തന്നെയാണ്. എന്നാലും ഈ വരുന്ന ഫെബ്രുവരി 21 ചിത്രത്തിൻ്റെ റിലീസ് മാറ്റാനും ചാൻസുകളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ബസൂക്ക എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഡബ്ബിംഗ് പൂർത്തിയായെന്നാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ഈ വരുന്ന ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ തന്നെ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനുശേഷം ചിത്രത്തിൻ്റെ സെൻസറിങ്ങിന് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 2025 മമ്മൂക്കയുടേതായി ആദ്യം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിന് ശേഷം, വിജയ ചിത്രത്തിന് ശേഷം മമ്മൂക്കയുടെ ഏകദേശം 15 ദിവസങ്ങൾക്കുള്ളിൽ ഇനി തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രം കൂടിയാണ് ബസൂക്ക. ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്നും വന്ന ഓരോ അപ്ഡേറ്റും അത് ഏതുമാകട്ടെ, പോസ്റ്റർ ആകട്ടെ, ടൈറ്റിൽ ലുക്ക് ആകട്ടെ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ, ടീസർ വരെ തരംഗമാവുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 29.8K ഇൻട്രസ്റ്റ് ആണ് ബുക്ക് മൈ ഷോയിൽ ചിത്രത്തിൻ്റെ ഇൻട്രസ്റ്റ് വിഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റിലീസ് തീയതി മമ്മൂക്ക തന്നെ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഫെബ്രുവരി 14 അതോ ഫെബ്രുവരി 21 ബസൂക്ക എന്ന ഗെയിം ത്രില്ലർ ചിത്രത്തിന്റെ കറക്റ്റ് റിലീസ് തീയതിയായി നിങ്ങൾക്ക് തോന്നുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അടുത്തൊരു മമ്മൂക്ക അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.